പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. ക്ഷത്രിയന്മാരുടെ ഒന്നാമത്തെ ധർമ്മം അഭിഷേചനം ആണല്ലോ. പ്രജാരക്ഷ ചെയ്യേണ്ടത് കടമയല്ലേ? പ്രത്യക്ഷത്തിലുള്ള കർമ്മമിരിക്കുമ്പോൾ ലക്ഷണം കെട്ടതും സംശയാസ്പദവുമായതിനെ ഏതൊരു ക്ഷത്രിയനാണ് ചെയ്യുക? ക്ലേശഭൂയിഷ്ടമായ ധർമ്മകൃത്യമാണ് അവിടേക്ക് ഇഷ്ടമെങ്കിൽ ബ്രാഹ്മണാദി 4 ജാതികളെയും പോറ്റി പുലർത്തുന്ന ക്ലേശമാണ് യുക്തമായിട്ടുള്ളത്. 4 ആശ്രമങ്ങളിലും വെച്ച് പ്രാധാന്യം അർഹിക്കുന്നത് ഗൃഹസ്ഥാശ്രമം എന്ന് ധർമ്മജ്ഞാനവൃദ്ധന്മാർ വിധിച്ചിട്ടുള്ളതല്ലേ? അതെങ്ങനെയാണ് അവിടുന്ന് ഉപേക്ഷിക്കുക? അറിവ്, സ്ഥാനം, ജനനം എന്നിവയിൽ ഞാൻ അവിടത്തേക്കാൾ താഴെയല്ലേ? അങ്ങനെയുള്ള എനിക്ക് അവിടുന്നുള്ളപ്പോൾ രാജ്യം ഭരിക്കുവാൻ എങ്ങനെ സാധിക്കും? അവിടുത്തോട് താരതമ്യപ്പെടുത്തുമ്പോൾ ബുദ്ധിഗുണത്താലും സ്ഥാനത്താലും ഞാനൊരു ചെറിയ കുട്ടി മാത്രമാണ്. അവിടുത്തെ പിരിഞ്ഞാൽ ജീവിക്കാൻ കൂടി അശക്തനാണ്. അച്ഛൻ്റെ വിസ്തൃതമായ നാടിനെ ബന്ധുസമന്വിതനായി ധാർമ്മിക പരിപാലനം അവിടുന്ന് ചെയ്യണം. മന്ത്രജ്ഞനായ ഭഗവാൻ വസിഷ്ഠനും ഋത്വിക് വര്യന്മാരും യഥാവിധി അഭിഷേകം ഇവിടെ വെച്ച് തന്നെ നടത്തട്ടെ. ഞങ്ങളുടെ ആഗ്രഹപ്രകാരം അഭിഷിക്തനായ അവിടുന്ന് അയോധ്യ പൂകണം. ബലം കൊണ്ട് 3 ലോകത്തെയും അടക്കി ഭരിക്കുന്ന ദേവേന്ദ്രനെ പോലെ വാഴണം. കടങ്ങൾ 3 തീർത്ത് ശത്രുക്കളെ അടക്കി സേവിക്കുന്നവർക്ക് അഭീഷ്ടമേകുന്ന ദേവ, അവിടുന്ന് എന്നെ രക്ഷിക്കണേ. അവിടുത്തെ അഭിഷേകം കണ്ട് സുഹൃത്തുക്കൾ ഇന്ന് ആനന്ദ തുന്തിലിതരാകട്ടെ. അവിടുത്തെ ശത്രുക്കൾ ഭയകമ്പിതരായി 10 ദിക്കിലേക്കും പലായനം ചെയ്യട്ടെ. എൻ്റെ അമ്മയുടെ ചീത്തപ്പേര് കളഞ്ഞ് പുരുഷശ്രേഷ്ഠനായ പിതാവിനെ കൂടി പാപത്തിൽ നിന്ന് കരകയറ്റണേ. അവിടുത്തെ തൃപ്പാദങ്ങളിൽ വീണ് അപേക്ഷിക്കുന്ന എന്നിൽ കാരുണ്യ ലേശം ഉണ്ടാകണേ. ഭൂതങ്ങളിൽ പരമേശ്വരൻ പോലെയാണ് ഞങ്ങൾക്ക് അവിടുന്ന്. ഈ അപേക്ഷ തള്ളിക്കളഞ്ഞ് വനത്തിലേക്ക് തന്നെ പോവുകയാണെങ്കിൽ തൃപ്പാദ സേവയ്ക്ക് അടിയനും ഒന്നിച്ചു പോരും. ദുഃഖം കൊണ്ട് തളർന്ന് കാൽക്കൽ വീണ് കരയുന്ന ഭരതൻ്റെ ഉള്ളിൽ തട്ടിയ വാക്കുകൾ കേട്ടിട്ടും അയോധ്യയിലേക്ക് മടങ്ങുവാൻ സുധീരനായ പുരുഷോത്തമൻ വിചാരിച്ചതേയില്ല. പിതൃവാക്യ നിർവഹണ നിഷ്ഠ അത്രയും ആ ദേവനെ അധീനപ്പെടുത്തിയിരുന്നു. ലോകത്തിൽ ഇന്ന് വരെ ഒരാൾക്കുമില്ലാത്ത ആ നെഞ്ചുരപ്പ് കണ്ടപ്പോൾ കണ്ണിമയ്ക്കാതെ ദേവനെ നോക്കിക്കൊണ്ടിരുന്ന എല്ലാവർക്കും സന്തോഷവും സന്താപവും ഒന്നിച്ചുണ്ടായി. അയോധ്യാനഗരിയിലേക്ക് മഹാപ്രഭു വരുന്നതല്ലെന്ന വിഷാദം, പിതൃനിർദ്ദേശം തെറ്റിക്കാത്ത സ്ഥിരതയിലുള്ള സന്തോഷം, സ്വന്തം നിലയും വിലയും മറന്ന് ചാഞ്ചല്യം ഇയെന്ന മനസ്സോടെ അമ്മമാർ കണ്ണീരൊഴുക്കി. ഉത്തമ ഋത്വിക്കുകളും പൗരജനങ്ങളും ഭരതവാക്കുകളെ പുകഴ്ത്തിക്കൊണ്ട് ദേവന്റെ തിരുമുമ്പിൽ പണിഞ്ഞ് വീണ്ടും വീണ്ടും ഭരത അഭ്യർത്ഥന സ്വീകരിക്കുവാൻ ഇരുന്നു. ധർമ്മവും അഭ്യർത്ഥനയും ഒത്തുചേർന്ന ഇത്തരം വാക്കുകൾ കേട്ട ലക്ഷ്മണാഗ്രജൻ ബന്ധുജന മധ്യത്തിൽ ഇരുന്നു കൊണ്ട് തുടർന്നു. മഹാരാജ ദശരഥന് കൈകേയി ദേവിയിൽ പിറന്ന ഉണ്ണി ഇപ്രകാരം പറഞ്ഞത് യുക്തമായിട്ടുള്ളത് തന്നെയാണ്. എന്നാൽ ഉണ്ണി അമ്മയെ വിവാഹം കഴിക്കുന്ന ആ കാലത്ത് തന്നെ രാജ്യപ്രധാനത്തെപ്പറ്റി മാതാമഹനോട് അച്ഛൻ ഏറ്റു പറഞ്ഞിട്ടുണ്ട്. ദേവാസുര യുദ്ധത്തിൽ ശുശ്രൂഷാപ്രീതനായ പിതാവ് നിന്റെ അമ്മയ്ക്ക് 2 വരം നൽകുകയും ചെയ്തു. സുന്ദരീരത്നമായ കൈകേയി മാതാവ് സത്യം ചെയ്യിച്ച് വരം ഉണർത്തിച്ചത് അതിനാലാണ്. പുരുഷവ്യാഘ്രനായ നിനക്ക് രാജ്യവും എനിക്ക് വനവാസവും പിതാവ് എന്നോട് അരുളി ചെയ്തതും ഇങ്ങനെയാണ്. 14 ആണ്ട് നീ വനത്തിൽ വസിക്കണം. അച്ഛനേകിയ വരദാനപ്രകാരം സീതാലക്ഷ്മണയുക്തനായ ഞാൻ ശൂന്യമായ ഈ വൻകാട്ടിൽ അപ്രതിയോഗിയായി താമസിക്കാം. രാജാരാജനായ പിതാവിനെ സത്യപ്രതിജ്ഞനാക്കേണ്ട കടമ നിനക്കും ഉണ്ട്. അതിവേഗം അഭിഷേകം നടത്തി രാജ്യം നീ ഭരിക്കുക. മഹാപ്രഭുവായ മന്നവൻ്റെ കടം എനിക്ക് വേണ്ടിയെങ്കിലും നീ തീർക്കണം. ധർമ്മജ്ഞരായ മാതാപിതാക്കളെ സന്തുഷ്ടരാക്കുക. പുണ്യനികേതമായ ഗയാതീരത്തിൽ പിതൃയജ്ഞാവസാനത്തിൽ ഗയൻ പാടിയത് കേട്ടിട്ടുണ്ട്. നാമമാകുന്ന നരകത്തിൽ നിന്ന് പിതാവിനെ കരകയറ്റുന്നവനാണ് പുത്രൻ. അവന് മാത്രമേ പുത്രൻ എന്ന പേരിന് അർഹതയുള്ളൂ. ഗുണവും വിജ്ഞാനവും ഒത്ത മക്കൾ അനേകമുണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നത് അതിൽ ഒരാളെങ്കിലും ഗയയിൽ എത്തുമെന്ന് ഉദ്ദേശിച്ചിട്ടാണ്. ഇത് കേട്ട രാജഋഷിമാരെല്ലാം അഭിനന്ദിച്ചു. അല്ലയോ ഭരത, നരകത്തിൽ നിന്ന് അച്ഛനെ രക്ഷിക്കൂ. നീ അയോധ്യയിലേക്ക് പോകൂ. ശത്രുഘ്നനോടും ബ്രാഹ്മണവര്യന്മാരോടുമൊത്ത് പ്രജാരഞ്ജനം ചെയ്ത് രാജ്യം പരിപാലിക്കൂ. താമസമെന്യേ ഞാനും ദണ്ഡകാടവിയിലേക്ക് വൈദേഹിയോടും സൗമിത്രിയോടുമൊത്ത് പോകുന്നുണ്ട്. നരന്മാരുടെ പാലകനായി നീ ഇരിക്കണം. മൃഗങ്ങളുടെ പാലകനായി അരണ്യത്തിൽ ഞാനും ഇരിക്കണം. ഉണ്ണി, നിന്റെ ശിരസിൽ ആതവം ഏൽക്കാതെ വെൺകൊറ്റക്കുട തണലേകട്ടെ. ഈ അരണ്യവൃക്ഷത്തണലുകൾ എനിക്ക് കുളിർമയേകട്ടെ. അതിബുദ്ധിമാനായ ശത്രുഘ്നൻ നിനക്ക് തുണയായിട്ടുണ്ട്. അതിയശസ്വിയായ ലക്ഷ്മണൻ എനിക്കും. തമ്പുരാനായ ദശരഥന്റെ നിർദ്ദേശത്തെ സൽപുത്രരായ നമ്മൾ സത്യമാക്കുക. ദുഃഖിക്കരുത്. ധർമ്മജ്ഞനായ ഭരതകുമാരനോട് ധാർമ്മികാഗ്രസരനായ ശ്രീരാമചന്ദ്രൻ ഇപ്രകാരം പറഞ്ഞ് ആശ്വസിപ്പിച്ചപ്പോൾ ബ്രാഹ്മണോത്തമനായ ജാബാലി തികച്ചും ധാർമ്മികമല്ലാത്ത വാക്കുകൾ തന്നെ പറയുവാൻ തുടങ്ങി. സൽബുദ്ധി നിറഞ്ഞവനും ധീരനുമായ അങ്ങേക്ക് പാമരനെ പോലെ തോന്നിയത് നന്നായി. ഏതൊരാൾക്ക് ബന്ധുവായിട്ടുണ്ട്, ഏതൊരാളുടെ പ്രവൃത്തി ഏതൊരാൾക്ക് ലഭ്യമായിട്ടുണ്ട്.
ജനിക്കുമ്പോഴോ മരിക്കുമ്പോഴോ ഏതൊരു ജീവന് സഹായിയായിട്ടുണ്ട്. ഏതൊരു ജീവനും ജനിക്കുന്നതും മരിക്കുന്നതും ഒറ്റയ്ക്കാണ്. അച്ഛൻ, അമ്മ എന്നിവരിൽ ആസക്തിയോടുകൂടി ഇരിക്കുന്നവൻ ഏതാണ്ട് ഭ്രാന്തനാണ്. ഒരു ജീവന് മറ്റൊരു ജീവൻ അവലംബമായിട്ടില്ല. രാജ്യസഞ്ചാരത്തിൽ ഉത്സുകനായ ഒരാൾ ഏതെങ്കിലും നാട്ടിൽ ഒരു ഗൃഹത്തിൽ വിശ്രമിക്കാറില്ലേ? പിറ്റേന്ന് അവിടെ നിന്ന് യാത്ര തുടരുകയും ചെയ്യും. അച്ഛൻ, അമ്മ, ഭവനം, ധനം തുടങ്ങിയവ ഏതൊരു മനുഷ്യനും ഇപ്രകാരമാണ്. തൻ്റേതെന്ന് വിശ്വസിക്കുന്ന ഗൃഹം താൽക്കാലികമായ പാർപ്പിടം മാത്രം. ബുദ്ധിമാനായ ഒരു മനുഷ്യൻ ഇവയിൽ ആസക്തനാകുകയില്ല. അതുകൊണ്ട് അച്ഛൻ്റെ നാട് നരവരനായ അങ്ങ് ഉപേക്ഷിക്കരുത്. ആപത്തുകൂടി നിറഞ്ഞ ഈ ദുഃഖ ജീവിതത്തെ തുടരരുത്. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.